കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 5.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 5.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഹായ്, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇഗ്നോ ഫോക്കസ് 5.0യുടെ ഭാഗമായി ലേൺവൈസ് കണ്ടക്ട് ചെയ്യുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിന്റെ ബേസിൽ നമ്മൾ BA MSMEയുടെ ഒരു പേപ്പറായ BTMC 134 അതായത് ഓണ്ടർപ്രണർഷിപ്പ് ആൻഡ് സ്മോൾ ബിസിനസിനെ റിലേറ്റ് ചെയ്തൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ് ഈ ഒരു സെഷനിൽ നോക്കാൻ പോകുന്നത്. ഇതിന് മെയിനായിട്ട് നമ്മൾ ഇത്രയും നാളും അവൈലബിൾ ആയിട്ട് ജാൻ 25 വരെയുള്ള ജൂൺ 25 വരെയുള്ള നമ്മളുടെ അവൈലബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ ബേസിസിൽ എങ്ങനെയാണ് നമ്മളുടെ ഈ ഒരു ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഏത് പോർഷൻസ് ആണ് ഏത് ടോപ്പിക്സ് ആണ് നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ മുന്നിൽ വരാൻ പോകുന്നത് അല്ലെങ്കിൽ ഈ ഒരു സബ്ജക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എക്സാം പാറ്റേൺ എങ്ങനെയാണ് എന്നുള്ള ഒരു ജനറൽ ഐഡിയ ആയിരിക്കും ഈ ഒരു സെഷനിൽ നമ്മൾ നോക്കുന്നത്. പിന്നെ നമുക്ക് ഏതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യണം എന്നുള്ള ഒക്കെ നിങ്ങൾക്ക് ഒരു ജനറൽ ഐഡിയ ഈ ഒരു സെഷനിൽ നിന്ന് കിട്ടും. അപ്പം മെയിനായിട്ട് നമ്മൾ ഈ ഒരു ഇതിൽ നോക്കുന്നത് നമ്മുടെ പേപ്പറായ ഓണ്ടർപ്രണർഷിപ്പ് ആൻഡ് സ്മോൾ ബിസിനസ്സിൽ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒന്ന് ജസ്റ്റ് കവറപ്പ് ചെയ്യുന്നുണ്ട്. അതായത് സിലബസ് ബേസ്ഡ് ആയിട്ട് ഏത് യൂണിറ്റിൽ അല്ലെങ്കിൽ ഏത് ബ്ലോക്കിൽ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യണം അല്ലെങ്കിൽ നിലവിൽ ഇതുവരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ ഇത് വെച്ച് നോക്കുമ്പോൾ ആ കണ്ടുവരുന്ന ഒരു ഫോർമാറ്റ്സും കാര്യങ്ങളും എങ്ങനെയാണ്, ഷോർട്ട് ആൻസേഴ്സ് ആണോ ലോങ് ആൻസേഴ്സ് ആണോ ഏതിലാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് എന്നുള്ള ജനറൽ ഐഡിയ കിട്ടും. നമ്മൾ ഇതിനകത്ത് സിലബസ് മാർക്കിംഗ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ബ്ലോക്ക് വൈസും ടോപ്പിക് വൈസും ഒക്കെ ആയിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് അനാലിസിസ് അല്ലെങ്കിൽ ഏതിൽ നമ്മൾ ഫോക്കസ് ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് തരുന്നുണ്ട്. അതേപോലെ തന്നെ എക്സാം പാറ്റേൺസ് ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് അല്ലെങ്കിൽ എത്ര വെയിറ്റേജിന്റെ മാർക്സ് ആണ് വരുന്നത് എന്നുള്ളൊരു ഐഡിയയും റെക്കറിംഗ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെങ്കിൽ ഏതൊക്കെ ടോപ്പിക്കാണ് റെക്കറിംഗ് രീതിയിൽ ഇതുവരെ ചോദിച്ചു കാണുന്നത്, അതുപോലെ തന്നെ കൂടുതൽ പ്രോബബിലിറ്റി ഉള്ള അതായത് ഈ അപ്കമിങ് എക്സാമിന് വേണ്ടി December 2025 എക്സാമിന് വേണ്ടി നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് എന്നൊരു ജനറൽ ഐഡിയ കൂടെ ഈ ഒരു സെഷനിൽ നിന്ന് നമ്മൾ നോക്കുന്നുണ്ട്. ഏറ്റവും ലാസ്റ്റ് നമ്മൾ പിന്നെ നമ്മുടെ ഇഗ്നോ ഫോക്കസിൽ ഇതുവരെ നിങ്ങൾ കണ്ടു വന്നതുപോലെ തന്നെ പ്രൊഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ഒരു മോക്ക് പ്രൊഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻസർ കീസ് നമ്മുടെ ലാംഗ്വേജിന്റെ സ്റ്റുഡൻസിന് നിങ്ങളുടെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. ഇത് വെച്ച് നിങ്ങൾക്ക് റെഫർ ചെയ്യാം. ഒരു ഏകദേശം എങ്ങനെയാണ് ഒരു എക്സാം ഹാൻഡിൽ ചെയ്യേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു എക്സാം വരാൻ ചാൻസ് എന്നുള്ളൊരു ഔട്ട്ലൈൻ നിങ്ങൾക്ക് കിട്ടും. അപ്പം ഈ ഒരു സെഷൻ നിങ്ങൾ ത്രൂഔട്ട് പോകുന്നതിലൂടെ ഏതാണ് നിങ്ങൾക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ഒരു ഏരിയ അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം പഠിച്ചിട്ടുണ്ട്, നമ്മളുടെ പഠിത്തം എത്രത്തോളം എക്സാം ഓറിയന്റഡ് ആണ് എന്നുള്ളൊരു ജനറൽ ഐഡിയ കിട്ടും. അപ്പൊ നമുക്ക് സിലബസ് മാപ്പിംഗിലോട്ട് നോക്കാം. ഫസ്റ്റിൽ തന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലോക്ക് വൈസും യൂണിറ്റ് വൈസും ആയിട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഏത് ടോപ്പിക്കിനാണ് കൂടുതൽ റെലവൻസ് എന്നൊരു രീതിയിലാണ്. ഇതിൽ ഫസ്റ്റ് യൂണിറ്റ് നോക്കിക്കഴിഞ്ഞാൽ an overview ഓഫ് ഓണ്ടർപ്രണർഷിപ്പിൽ നിന്നും ഓണ്ടർപ്രണർ ആൻഡ് ഓണ്ടർപ്രണർഷിപ്പ് എന്ന ഒരു പോർഷൻ ഉണ്ട്. അതിലെ മീനിങ് ആൻഡ് ഡെഫിനിഷൻസ് ഒരു പ്രാവശ്യമേ ചോദിച്ചു കാണുന്നുള്ളൂ. അതിനൊരു ലോ റിലവൻസ് എന്ന രീതിയിൽ നമുക്ക് പറയാം. സെയിം യൂണിറ്റിലെ തന്നെ എലമെന്റ്സ് ഓഫ് ഓണ്ടർപ്രണർഷിപ്പും ഒരു പ്രാവശ്യമേ ചോദിച്ചു കാണുന്നുള്ളൂ, ലോ റിലവൻസ് ആണ് നമുക്ക് പറയാൻ പറ്റുക. ദെൻ യൂണിറ്റ് 1 തന്നെ ഇമ്പോർട്ടൻസ് ഓഫ് ഓണ്ടർപ്രണർഷിപ്പ് 2 പ്രാവശ്യം ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഇതുവരെ നടന്ന എക്സാംസിൽ 2 പ്രാവശ്യം ഈ ഒരു പോർഷൻ റിപ്പീറ്റ് ചെയ്ത് കണ്ടു, ലോ റിലവൻസ് ആയിട്ട് പറയാൻ പറ്റും. ദെൻ സെയിം യൂണിറ്റിൽ തന്നെ ഫസ്റ്റ് യൂണിറ്റിൽ തന്നെ ഡിറ്റർമിനൻസ് ഓഫ് ഓണ്ടർപ്രണർഷിപ്പും 2 പ്രാവശ്യമാണ് അപ്പിയർ ചെയ്തിട്ടുള്ളത്. ദെൻ തിയറീസ് ഓഫ് ഓണ്ടർപ്രണർഷിപ്പ് 2 പ്രാവശ്യമാണ് അപ്പിയർ ചെയ്ത് കണ്ടിട്ടുള്ളത് ഇതുവരെ. ദെൻ യൂണിറ്റ് 2 ക്രിയേറ്റിവിറ്റി ആൻഡ് ഇന്നോവേഷൻ നോക്കിക്കഴിഞ്ഞാൽ കൺസെപ്റ്റ് ഓഫ് ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്ന പോർഷൻ 3 പ്രാവശ്യം ചോദിച്ചു കാണുന്നുണ്ട്. ദെൻ യൂണിറ്റ് 2 തന്നെ ഇമ്പോർട്ടൻസ് ഓഫ് ക്രിയേറ്റിവിറ്റി ഇൻ ഓണ്ടർപ്രണർഷിപ്പും 3 പ്രാവശ്യം ചോദിച്ചു കാണുന്നുണ്ട്. കൺസെപ്റ്റ് ഓഫ് ഇന്നോവേഷൻ എന്ന് പറയുന്നത് 4 പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു കാണുന്നു. അതേപോലെ തന്നെ ഫേസസ് ഓഫ് ഇന്നോവേഷൻസും ഇമ്പോർട്ടൻസ് ഓഫ് ഇന്നോവേഷനും 4 പ്രാവശ്യം വെച്ച് ചോദിച്ചു കാണുന്നുണ്ട്. ഇവയെല്ലാം നമുക്ക് ലോ കാറ്റഗറിയിൽ നിന്ന് ഒരു 5 തവണയിൽ താഴോട്ടുള്ള റിപ്പീറ്റ് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻസിനെ അല്ലെങ്കിൽ ടോപ്പിക്സിനെ നമ്മൾ ലോ റെലവൻസ് എന്ന രീതിയിലാണ് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. ദെൻ സെയിം യൂണിറ്റിൽ തന്നെ ബാരിയേഴ്സ് ഓഫ് ക്രിയേറ്റിവിറ്റി ആൻഡ് ഇന്നോവേഷൻ 3 പ്രാവശ്യമാണ് റിപ്പീറ്റ് ചെയ്ത് കാണുന്നത്.
ഓണ്ടർപ്രണർഷിപ്പ് ആൻഡ് ക്രിയേറ്റീവ് റെസ്പോൺസ് എന്ന് പറയുന്ന ടോപ്പിക്കും 3 പ്രാവശ്യമാണ് ചോദിച്ചു കാണുന്നത്. അപ്പം ഇത് ഇത്രയും നമുക്ക്, അതായത് യൂണിറ്റ് 1ഉം 2ലെയും ടോപ്പിക്സ് കുറച്ച് നമ്മളിപ്പോൾ പറഞ്ഞു. അവയെല്ലാം തന്നെ നമുക്ക് ലോ റിലവന്റ് എന്ന രീതിയിലാണ് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റുന്നത്. ദെൻ യൂണിറ്റ് 3 ഓണ്ടർപ്രണറിയൽ കോമ്പറ്റൻസ് എന്ന് പറയുന്ന പോർഷനിൽ നിന്നും ഓണ്ടർപ്രണറിയൽ കോമ്പറ്റൻസ് മീനിങ് ആൻഡ് കാറ്റഗറീസ് എന്ന് പറയുന്നത് 10 പ്രാവശ്യമാണ് റിപ്പീറ്റ് ചെയ്ത് കാണുന്നത്. ഹൈ കാറ്റഗറി അല്ലെങ്കിൽ ഹൈ റിലവൻസ് എന്ന രീതിയിൽ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. സെയിം യൂണിറ്റിൽ തന്നെ എലമെന്റ്സ് ഓഫ് ഓണ്ടർപ്രണറിയൽ കോമ്പറ്റൻസ് എന്ന് പറയുന്നത് 10 പ്രാവശ്യം ചോദിച്ചു കാണുന്നു. അതും ഹൈ റിലവന്റ് ടോപ്പിക് ആയിട്ട് പറയാം. ദെൻ യൂണിറ്റ് 3 തന്നെ പേഴ്സണൽ കോമ്പറ്റൻസി എന്ന് പറയുന്നത് 2 പ്രാവശ്യമാണ് ചോദിച്ചു കാണുന്നത്. ലോ കാറ്റഗറിയിൽ നമുക്ക് പറയാൻ പറ്റും, റെലവെന്റ് ആയിട്ട് പറയാം. ദെൻ കൺസെപ്ച്വൽ കോമ്പറ്റൻസി നമുക്ക് ഒരു 2 പ്രാവശ്യമാണ് ചോദിച്ചു കാണുന്നത്, ലോ കാറ്റഗറിയാണ്. ദെൻ സെയിം യൂണിറ്റ് 3 തന്നെ ടെക്നിക്കൽ ഓർ മാനേജറൽ സ്കിൽസ് 2 പ്രാവശ്യമാണ്. പ്രോബ്ലം സോൾവിങ് 1 പ്രാവശ്യവും കമ്മ്യൂണിക്കേഷന്റെ ടോപ്പിക്ക് 1 പ്രാവശ്യവുമാണ് ചോദിച്ചു കാണുന്നത്. ദെൻ നെഗോഷിയേഷന്റെ ഒരു പോർഷൻ ഉണ്ട് ആ ഒരു യൂണിറ്റിൽ. അത് ഇതുവരെ റിപ്പീറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഇതുവരെ ചോദിച്ചു കണ്ടിട്ടില്ല, 1 പ്രാവശ്യം പോലും ചോദിച്ചു കണ്ടിട്ടില്ല. അതിനെ ലോ റിലവന്റ് എന്ന രീതിയിൽ ആ ഒരു ടോപ്പിക്കിനെ കാറ്റഗറൈസ് ചെയ്യും. ദെൻ യൂണിറ്റ് 4 അതായത് ഡയമെൻഷൻസ് ആൻഡ് ഫോംസ് ഓഫ് ഓണ്ടർപ്രണർഷിപ്പ് നോക്കിക്കഴിഞ്ഞാൽ ടൈപ്സ് ഓഫ് ഓണ്ടർപ്രണേഴ്സും ഡയമെൻഷൻസ് ഓഫ് ഓണ്ടർപ്രണർഷിപ്പ്, സ്റ്റാറ്റുട്ടറി ഫോംസ് ഓഫ് ഓണ്ടർപ്രണർഷിപ്പ്, ഹിൻഡ്രൻസ് ഓഫ് ഓണ്ടർപ്രണർഷിപ്പ്, ഈ ഇത്രയും 4 പോയിന്റ്സും 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് കാണുന്നുണ്ട്. ഒന്നുകൂടി പറയാം: ടൈപ്സ് ഓഫ് ഓണ്ടർപ്രണേഴ്സ്, ഡയമെൻഷൻസ് ഓഫ് ഓണ്ടർപ്രണർഷിപ്പ്, സ്റ്റാറ്റുട്ടറി ഫോംസ് ഓഫ് ഓണ്ടർപ്രണർഷിപ്പ്, ഹിൻഡ്രൻസ് ടു ഓണ്ടർപ്രണർഷിപ്പ്. ഇത് ഇത്രയും 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് കാണുന്നു. ദെൻ യൂണിറ്റ് 5 ബിസിനസ് ഐഡിയയ്ക്കകത്തെ സോഴ്സസ് ഓഫ് ബിസിനസ് ഐഡിയാസ് 4 പ്രാവശ്യവും ട്രെയിനിങ് ഓഫ് ബിസിനസ് ഐഡിയാസ് 5 പ്രാവശ്യവും ചോദിച്ച് കാണുന്നുണ്ട്. ദെൻ സെയിം യൂണിറ്റിലെ തന്നെ സെലക്ഷൻ ഓഫ് വർക്കബിൾ ബിസിനസ് ഐഡിയ 5 പ്രാവശ്യമാണ് ചോദിച്ചു കാണുന്നത്. അതിനെ നമുക്ക് ലോ കാറ്റഗറി ആയിട്ട് റിലവന്റ് ആയിട്ട് പറയാൻ പറ്റും. യൂണിറ്റ് 6 പ്രിപ്പറേഷൻസ് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ബിസിനസ് പ്ലാൻ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് വാട്ട് ഈസ് എ ബിസിനസ് പ്ലാൻ എന്ന് പറയുന്ന 12 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഹൈ റിലവന്റ് ആയിട്ട് പറയാം ടോപ്പിക്ക്. ദെൻ യൂണിറ്റ് 6 തന്നെ സിഗ്നിഫിക്കൻസ് ഓഫ് എ ബിസിനസ് പ്ലാൻ 12 പ്രാവശ്യം ചോദിച്ചു കാണുന്നുണ്ട്. ഹൈ കാറ്റഗറി ആണ്. അപ്പൊ അത് ബിസിനസ് പ്ലാനും ബിസിനസ് പ്ലാന്റെ സിഗ്നിഫിക്കൻസും ഹൈലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റിലവന്റ് ടോപ്പിക് ആയിട്ട് നമുക്ക് പറയാം. ദെൻ ബിസിനസ് പ്രോസസ് ഡിസൈൻ 2 പ്രാവശ്യവും പ്ലാൻ ലൊക്കേഷൻ 2 പ്രാവശ്യവുമാണ് ചോദിച്ചിട്ടുള്ളത്. ലോ റിലവന്റ് എന്ന രീതിയിൽ പറയാം. ദെൻ പ്ലാൻ ലേഔട്ട്, അതേപോലെ തന്നെ പ്രൊഡക്ഷൻ പ്ലാനിങ് ആൻഡ് കൺട്രോൾ, ഇവ രണ്ടും നമുക്ക് 2 പ്രാവശ്യമേ ചോദിച്ചു കാണുന്നുള്ളൂ, റിപ്പീറ്റ് ചെയ്ത് കാണുന്നുള്ളൂ. ലോ കാറ്റഗറിയാണ്. ദെൻ യൂണിറ്റ് 7 പ്രിപ്പറേഷൻ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ബിസിനസ് പ്ലാൻ 2 നോക്കിക്കഴിഞ്ഞാൽ പ്രിപ്പറേഷൻ ഓഫ് കണ്ടന്റ്സ് ഓഫ് പ്രോജക്ട് റിപ്പോർട്ട് 7 പ്രാവശ്യവും റിക്വസിറ്റ്സ് ഓഫ് ആൻ ഐഡിയൽ പ്രോജക്ട് റിപ്പോർട്ട് 8 പ്രാവശ്യവും ചോദിച്ചു കാണുന്നുണ്ട്. ഇവ രണ്ടും നമുക്ക് മീഡിയം റെലവന്റ് എന്ന രീതിയിൽ പറയാം. അതായത് ഒത്തിരി കൂടുതൽ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടില്ല, എന്നാൽ 5 കൂടുതൽ പ്രാവശ്യം നമുക്ക് നിലവിൽ ചോദിച്ചും കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 2 ടോപ്പിക്സ്, അതായത് പ്രിപ്പറേഷൻ ഓഫ് കണ്ടന്റ്സ് ഓഫ് പ്രോജക്ട് റിപ്പോർട്ടും റിക്വസിറ്റ്സ് ഓഫ് ആൻ ഐഡിയൽ പ്രോജക്ട് റിപ്പോർട്ട് നമുക്ക് മീഡിയം റിലവന്റ് എന്ന രീതിയിൽ പറയാൻ പറ്റും. സെയിം യൂണിറ്റിലെ തന്നെ പ്രോബ്ലംസ് ഇൻ പ്രിപ്പറേഷൻ ഓഫ് എ പ്രോജക്ട് റിപ്പോർട്ട് ഇതുവരെ ചോദിച്ചു കാണുന്നില്ല, പക്ഷെ നമുക്ക് ലോ റിലവന്റ് എന്ന രീതിയിൽ പറയാം. പക്ഷെ ഒന്ന് എന്താണ് എന്ന രീതിയിൽ ഒരു ഔട്ട്ലൈനിൽ ഒന്ന് ഒരു ഇത് തന്നെ പഠിച്ചിട്ട് തന്നെ മനസ്സിലാക്കിയിട്ട് പോവുക. കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യണമെന്നല്ല, പക്ഷെ ഒന്ന് എന്താണെന്ന് മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോകാൻ നോക്കുക. ദെൻ പ്രൊജക്ട് റിപ്പോർട്ട് സബ്മിഷൻ ആൻഡ് പ്രസന്റേഷൻ 8 പ്രാവശ്യമാണ് ചോദിച്ചു കാണുന്നത്. അതിനെ മീഡിയം റിലവന്റ് എന്ന രീതിയിൽ പറയാം. ദെൻ പ്രൊജക്ട് അപ്രൈസൽ 7 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അതിനെ മീഡിയം കാറ്റഗറൈസ് ചെയ്ത് പറയാം. യൂണിറ്റ് 8 ബിസിനസ് പ്ലാൻ ഫീസിബിലിറ്റി പാർട്ട് 1 നോക്കിക്കഴിഞ്ഞാൽ അതിലെ ടെക്നിക്കൽ അനാലിസിസ് 9 പ്രാവശ്യവും അതിനെ നമുക്ക് മീഡിയം കാറ്റഗറൈസ് ചെയ്ത് പറയാൻ പറ്റുന്ന ഒരു രീതിയിലാണ് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ളത്. ദെൻ യൂണിറ്റ് 8 തന്നെ മാർക്കറ്റ് അനാലിസിസ് എന്ന് പറയുന്ന ഒരു പോർഷൻ 11 പ്രാവശ്യം ചോദിച്ചു കാണുന്നത്. അതിനെ ഹൈ റെലവന്റ് എന്ന രീതിയിൽ നമുക്ക് പറയാം. ദെൻ അണ്ടർസ്റ്റാൻഡിങ് ഫിനാൻഷ്യൽ കൺസെപ്റ്റ്സ് 3 പ്രാവശ്യമേ ചോദിച്ചു കാണുന്നുള്ളൂ. അതിനെ ലോ കാറ്റഗറിയിൽ നമുക്ക് പറയാം. ദെൻ സെയിം യൂണിറ്റിലെ തന്നെ ഫിനാൻഷ്യൽ അനാലിസിസ് ഓഫ് എ ബിസിനസ് പ്ലാൻ 15 പ്രാവശ്യം ചോദിച്ചു കാണുന്നുണ്ട്. ഹൈ റിലവന്റ് എന്ന രീതിയിൽ നമുക്ക് പറയാം. എൻവയോൺമെന്റൽ അനാലിസിസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് ഇതുവരെ ചോദ്യങ്ങളൊന്നും വന്നിട്ടില്ല. ഇതിനെ ലോ റെലവന്റ് എന്ന രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. ദെൻ യൂണിറ്റ് 10 ഓണ്ടർപ്രണോറിയൽ സപ്പോർട്ട് സിസ്റ്റം നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഇൻസ്റ്റിറ്റ്യൂഷണൽ സപ്പോർട്ട് എന്ന് പറയുന്ന ഒരു പോർഷൻ നമുക്ക് 2 പ്രാവശ്യമേ ചോദിച്ചു കാണുന്നുള്ളൂ. അതേപോലെ തന്നെ കൺസൾട്ടൻസി ആൻഡ് ട്രെയിനിങ്, ഇൻസെന്റീവ്സ് ആൻഡ് സബ്സിഡീസ്, പോളിസി മെഷേഴ്സ്,
ടെക്നോളജി ഇൻക്യുബേഷൻസ് ഓർ സപ്പോർട്ട്, ഇതൊക്കെ നമുക്ക് ലോ റിലവന്റ് ആയിട്ടാണ് പറഞ്ഞത്. 2 അല്ലെങ്കിൽ 3 എന്ന രീതിയിലാണ്. അതിൽ പ്രത്യേകിച്ച് 2 പ്രാവശ്യം മാത്രം ചോദിച്ചു കാണുന്നത് ഇൻസ്റ്റിറ്റ്യൂഷണൽ സപ്പോർട്ടും കൺസൾട്ടൻസി ആൻഡ് ട്രെയിനിങ്, ഇൻസെന്റീവ്സ് ആൻഡ് സബ്സിഡീസ്, പോളിസി മെഷേഴ്സ്. ഇത് ഇത്രയും എന്താണ് ഓണ്ടർപ്രണറിയൽ സപ്പോർട്ട് സിസ്റ്റമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഇത് 2 പ്രാവശ്യം വെച്ചിട്ടാണ് നിലവിൽ ഇതുവരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നമുക്ക് കണ്ടുവരുന്നത്. ലോ റിലവന്റ് ആയിട്ട് പറയാം. ദെൻ നമുക്ക് ടെക്നോളജി ഓർ ഇൻക്യുബേഷൻ സപ്പോർട്ട് അല്ലെങ്കിൽ മാർക്കറ്റ് ഓർ എക്സ്പോർട്ട് സപ്പോർട്ട്, അവയെല്ലാം സെയിം യൂണിറ്റ് 10 തന്നെയാണ്. അത് 3 പ്രാവശ്യമാണ് ചോദിച്ചു കാണുന്നത്. അതും ലോ റിലവന്റ് എന്ന രീതിയിൽ തന്നെ പറയാം. യൂണിറ്റ് 11 പ്രിപ്പയറിംഗ് എ സ്റ്റാർട്ടപ്പ് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഐഡിയ ടു പ്രോട്ടോടൈപ്പ് എന്ന് പറയുന്നത് 3 പ്രാവശ്യമാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ലോ റിലവന്റ് എന്ന രീതിയിൽ കാറ്റഗറൈസ് ചെയ്യാം. സെയിം യൂണിറ്റിലെ തന്നെ ഫൗണ്ടിങ് ടീം ആൻഡ് റോൾസ് എന്ന് പറയുന്നത് 3 പ്രാവശ്യമാണ് ചോദിച്ചിട്ടുള്ളത്. ലീഗൽ ഫോംസ് ആൻഡ് രജിസ്ട്രേഷൻസ് 2 പ്രാവശ്യവും, ബേസിക് റെഗുലേറ്ററി കംപ്ലൈൻസ് 2 പ്രാവശ്യവും. ഈ രീതിയിലാണ് പോർഷൻസ് വന്നിരിക്കുന്നത്. ദെൻ ഗോ ടു മാർക്കറ്റ് ബേസിക്സ് എന്ന് പറയുന്നതും ഏർലി ഫണ്ടിങ് ഓപ്ഷൻസ്, അതേപോലെ തന്നെ സ്റ്റാർട്ടപ്പ് ഇന്ത്യ ആൻഡ് റിലേറ്റഡ് സ്കീംസ്, ഇത് ഇത്രയും 3 പ്രാവശ്യമാണ് റിപ്പീറ്റ് ചെയ്തിട്ടുള്ളത്. അതിനെ ഇത്രയും നമുക്ക് ലോ റിലവന്റ് എന്ന രീതിയിൽ കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. ഇത് ഇത്രയുമാണ് നമ്മുടെ മെയിൻ ആയിട്ട് ബ്ലോക്ക് വൈസ് ആയിട്ട് ടോപ്പിക്കും കാര്യങ്ങളും വരുന്ന ഒരു റിലവൻസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ കൂടുതൽ നമുക്ക് ഏതിൽ ഹൈ ആയിട്ട് നോക്കണം അല്ലെങ്കിൽ മീഡിയം നോക്കണം എന്നുള്ളത് ഈ ഒരു ടേബിളിൽ നിന്നാണ് നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഏറ്റവും റിപ്പീറ്റഡ് പോർഷൻ ഏതാന്നുള്ള ഒരു ഐഡിയ നമുക്ക് ഈ ഒരു ടേബിളിൽ നിന്ന് കിട്ടും. ദെൻ നമുക്ക് യൂണിറ്റ് 12 നോക്കാം. യൂണിറ്റ് 12 സ്റ്റാർട്ടപ്പ് ഇനിഷ്യേറ്റീവ്സിലെ ബേസിക് സ്റ്റാർട്ടപ്പ് പ്രോബ്ലംസിന്റെ പോർഷനിൽ നിന്നും 11 പ്രാവശ്യം ക്വസ്റ്റ്യൻസ് ചോദിച്ചു കാണുന്നുണ്ട്. ഹൈ റെലവന്റ് ടോപ്പിക് ആണ് ഈ ബേസിക് സ്റ്റാർട്ടപ്പ് പ്രോബ്ലംസ് എന്ന് പറയുന്നത്. ദെൻ സപ്പോർട്ട് എക്കോസിസ്റ്റം ഇന്റർപ്രൈസസ് എന്ന് പറയുന്നത് 6 പ്രാവശ്യമാണ് ചോദിച്ചിട്ടുള്ളത്, മീഡിയം റിലവന്റും. ദെൻ യൂണിറ്റ് 13 കോൺട്രാക്ട് മാനേജ്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ കോൺട്രാക്ടിന്റെ മീനിങ് അല്ലെങ്കിൽ എസെൻഷ്യൽസ് വരുന്ന പോർഷൻ 3 പ്രാവശ്യം. ഇതേപോലെ ടൈപ്സ് ഓഫ് കോൺട്രാക്ട്സ് ആൻഡ് ക്ലോസ് 3 പ്രാവശ്യം. കോൺട്രാക്ട് ലൈഫ് സൈക്കിൾ ആൻഡ് അഡ്മിനിസ്ട്രേഷനും 3 പ്രാവശ്യം. റിസ്ക്, ബ്രീച്ച് ആൻഡ് റെമഡീസ്, അതേപോലെ തന്നെ നെഗോഷിയേഷൻ ആൻഡ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻസ്, ഇത് ഇത്രയും പോർഷൻസ് 3 പ്രാവശ്യമാണ് റിപ്പീറ്റ് ചെയ്ത് കാണുന്നത്. ലോ റെലവന്റ് എന്ന രീതിയിൽ പറയാം. ഇന്നിവിടെ പറയാം യൂണിറ്റ് 13 കോൺട്രാക്ടിന്റെ മീനിങ്സ് ആൻഡ് എസെൻഷ്യൽസ്, ടൈപ്സ് ഓഫ് കോൺട്രാക്ട്സ് ആൻഡ് ക്ലോസ്, കോൺട്രാക്ട് ലൈഫ് സൈക്കിൾ ഓർ അഡ്മിനിസ്ട്രേഷൻ, റിസ്ക്, ബ്രീച്ച് ആൻഡ് റെമഡീസ്, നെഗോഷിയേഷൻ ആൻഡ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ. ഇത് ഇത്രയും ലോ റിലവന്റ് ടോപ്പിക്സ് ആണ്. ദെൻ ഡോക്യുമെന്റേഷൻ ആൻഡ് കംപ്ലൈൻസ്, അതും യൂണിറ്റ് 13 തന്നെയാണ്. അതും 3 പ്രാവശ്യമാണ് ചോദിച്ചു കാണുന്നത്. ലോ റിലവന്റ് ആയിട്ട് പറയാം. ദെൻ യൂണിറ്റ് 14 മൊബിലൈസിംഗ് ഫിനാൻഷ്യൽ റിസോഴ്സസ്, ഇതിനകത്തെ ഫിനാൻഷ്യൽ റിസോഴ്സസ് മൊബിലൈസേഷനും അതേപോലെ തന്നെ ബിസിനസ് ഇൻക്യുബുലേറ്റേഴ്സും 1 പ്രാവശ്യം വെച്ചേ ചോദിച്ചു കാണുന്നുള്ളൂ. ഇത്രയും നാളുകളിൽ അവൈലബിൾ ആയിട്ടുള്ള 4-5 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് 1 പ്രാവശ്യം മാത്രമാണ് ഈ ഒരു പോർഷനിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്ന് കാണുന്നത്. ദെൻ ഏഞ്ചൽ ഇൻവെസ്റ്റർ, അത് 4 പ്രാവശ്യം ചോദിച്ചു കാണുന്നില്ല. 4 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ലോ കാറ്റഗറിയാണ്, പക്ഷെ എങ്കിൽ പോലും 4 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. തീരെ അങ്ങ് തള്ളിക്കളയാൻ പറ്റുന്ന ഒരു പോർഷൻ അല്ല. ദെൻ പ്രൈവറ്റ് ഇക്വിറ്റി ഫണ്ട് എന്ന് പറയുന്നത് 1 പ്രാവശ്യമേ ചോദിച്ചിട്ടുള്ളൂ. വെഞ്ചർ ക്യാപിറ്റൽ ആൻഡ് വിസിസ് 4 പ്രാവശ്യം. ദെൻ ഡിഫറൻസ് ബിറ്റ്വീൻ ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് ആൻഡ് വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ്, ഇത് 8 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. മീഡിയം റെലവന്റ് എന്ന രീതിയിൽ പറയാം. കമ്പാരിറ്റീവ്ലി ബാക്കി വെച്ച് നോക്കുമ്പോൾ ആ ഒരു യൂണിറ്റിൽ ഈ ഒരു ഡിഫറൻസ് എന്ന് പറയുന്ന പോർഷൻ ഇച്ചിലൂടെ മീഡിയം റെലവന്റ് ആണ്. ദെൻ അതേപോലെ തന്നെ ഡിഫറൻസ് ബിറ്റ്വീൻ ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് ആൻഡ് വെഞ്ചർ ക്യാപിറ്റൽ ആൻഡ് പ്രൈവറ്റ് ഇക്വിറ്റി ഫണ്ട്, അതും 8 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. മീഡിയം റെലവന്റ് ആണ് പോർഷൻ എന്ന് പറയുന്നത്. ദെൻ യൂണിറ്റ് 14 തന്നെ പ്രൈവറ്റ് ഇക്വിറ്റി ഫണ്ട് വേഴ്സസ് ഹെഡ്ജ് ഫണ്ട് 1 പ്രാവശ്യമേ ചോദിച്ചിട്ടുള്ളൂ. നെക്സ്റ്റ് യൂണിറ്റ് 15 നോക്കിക്കഴിഞ്ഞാൽ MSMEs ഇൻ ഇന്ത്യ. MSMEs ഇൻ ഇന്ത്യയിൽ നിന്ന് ഡെഫിനിഷൻസ് ഓഫ് MSMEs 16 പ്രാവശ്യം ചോദിച്ചു കാണുന്നുണ്ട്. ഹൈ റെലവന്റ് ടോപ്പിക്കാണ്. അതായത് MSMEയുടെ ഒരു ടോപ്പിക് ആയിരിക്കുമ്പോൾ എന്താണ് MSME എന്ന് ആദ്യം അറിഞ്ഞിരിക്കണമല്ലോ. അപ്പം ആ MSMEs എന്താണെന്നുള്ളത് ഡെഫിനിഷൻ 16 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഹൈലി റിലവന്റ് ആണ്. കൺസെപ്റ്റ് ഓഫ് ബിസിനസ് ഗ്രൂപ്പും അതേപോലെ തന്നെ റോൾ ഓഫ് ബിസിനസ് ഹൗസസ് ഇൻ ഇന്ത്യയും 3 പ്രാവശ്യം മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ലോ റിലവന്റ് ആണ്. യൂണിറ്റ് 16
ഫാമിലി ബിസിനസ് ആൻഡ് സക്സഷൻ പ്ലാനിങ് ഇൻ ഇന്ത്യയുടെ പോർഷൻ നോക്കിക്കഴിഞ്ഞാൽ ഫാമിലി ബിസിനസ് ആൻഡ് സക്സഷൻ പ്ലാനിങ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ടോപ്പിക്ക് തന്നെ 10 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഹൈലി റെലവെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ദെൻ യൂണിറ്റ് 17 നോക്കിക്കഴിഞ്ഞാൽ മാനേജ്മെന്റ് ഓഫ് MSMEs പാർട്ട് 1 നോക്കിക്കഴിഞ്ഞാൽ മാനേജ്മെന്റ് റോൾസ് ആൻഡ് ഫങ്ഷൻസ് ഇൻ സ്മോൾ ബിസിനസ് 5 പ്രാവശ്യവും അതേപോലെ തന്നെ ഓണ്ടർപ്രണർ വേഴ്സസ് മാനേജർ ഇൻ സ്മോൾ ബിസിനസ് 5 പ്രാവശ്യം മീഡിയം കാറ്റഗറീസ് വരുന്ന റെലവൻസ് വരുന്ന ടോപ്പിക്സ് ആണ്. ദെൻ ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെന്റ് ഇൻ സ്മോൾ ബിസിനസ് ഇൻ ഇന്ത്യയും 6 പ്രാവശ്യം മീഡിയം റെലവെന്റ് വരുന്ന ടോപ്പിക്കാണ്. ദെൻ യൂണിറ്റ് 18 മാനേജ്മെന്റ് ഓഫ് MSMEs പാർട്ട് 2 നോക്കിക്കഴിഞ്ഞാൽ ബിസിനസ് സക്സസ് ഓർ ഫെയിലർ എന്ന് പറയുന്ന 4 പ്രാവശ്യം ഇവാലുവേറ്റിംഗ് പെർഫോമൻസ് 4 പ്രാവശ്യം എന്ന രീതിയിലാണ് ലോ റെലവൻ എന്ന രീതിയിലാണ് 4 തവണ പക്ഷെ വന്നിട്ടുമുണ്ട്. ബിസിനസ് സക്സസ് ഓർ ഫെയിലറും ഇവാലുവേറ്റിംഗ് പെർഫോമൻസും. ദെൻ മാനേജ്മെന്റ് ഓഫ് MSMEസിൽ തന്നെ പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് അസറ്റ് മാനേജ്മെന്റ്, ഗ്രോത്ത് സ്ട്രാറ്റജി, ദ ഫിനാൻഷ്യൽ ഇംപ്ലിക്കേഷൻ, മാനേജിംഗ് ലയബിലിറ്റീസ്. ഇത് ഇത്ര 1 പ്രാവശ്യം വെച്ച് നിലവിൽ ചോദിച്ചു കാണുന്നുള്ളൂ. ലോ റെലവൻ കാറ്റഗറിയിലാണ് ഇത് ഇത്രയും വരുന്നത്. പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ, അസറ്റ് മാനേജ്മെന്റ്, ഗ്രോത്ത് സ്ട്രാറ്റജി, ദ ഫിനാൻഷ്യൽ ഇംപ്ലിക്കേഷൻ, മാനേജിംഗ് ലയബിലിറ്റീസ്. ദെൻ മെയിൻറ്റെയിനിങ് അക്കൗണ്ട്സും ഒരു പ്രാവശ്യമേ ചോദിച്ചിട്ടുള്ളൂ. ലോ റെലവന്റ് ആണ്. ദെൻ പ്രൊഡക്ഷൻ ആൻഡ് ഓപ്പറേഷൻസ് മാനേജ്മെന്റ് POM എന്ന് പറയുന്ന പോർഷൻ 2 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. പ്രൊഡക്റ്റ് ഓർ പ്രൊഡക്റ്റ് സെലക്ഷൻ, ഡെവലപ്മെന്റ് ആൻഡ് ഡിസൈൻ ഇത് 2 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ദെൻ ഡെവലപ്മെന്റ് ഓഫ് പ്രോട്ടോടൈപ്പ്, സെലക്ഷൻ ഓഫ് പ്രോസസ് ആൻഡ് പ്ലാന്റ് ആൻഡ് മിഷനറി ഇതും 2 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ദെൻ പ്ലാന്റ് ലൊക്കേഷൻ, പ്ലാന്റ് ലേഔട്ട്, പ്രൊഡക്ഷൻ പ്ലാനിങ് ആൻഡ് കൺട്രോൾ, ക്വാളിറ്റി കൺട്രോൾ ഇത് ഇത്രയും നമുക്ക് 2 പ്രാവശ്യമാണ് ചോദിച്ചു കാണുന്നത്. ലോ റെലവെന്റ് ഉള്ള ടോപ്പിക്സ് ആണ്. ഇത് ഇത്രയുമാണ് നമ്മളുടെ നിലവിലുള്ള യൂണിറ്റ് 18 വരെയുള്ളത്. നോക്കിക്കഴിഞ്ഞാൽ ഹൈ റെലവെന്റും ലോ റെലവെന്റും അല്ലെങ്കിൽ മീഡിയം റെലവെന്റ് ടോപ്പിക്സ് ഏതാണെന്ന് ഉള്ളൊരു ഐഡിയ കിട്ടാം. നമുക്ക് കൂടുതൽ ഇതിൽ ഫോക്കസ് ചെയ്യണം അല്ലെങ്കിൽ എന്താണ് നോക്കേണ്ടത് എന്നുള്ളൊരു ഐഡിയ കിട്ടും. അതനുസരിച്ചുള്ള ഹീറ്റ് മാപ്പാണ് കൊടുത്തിരിക്കുന്നത്. ദെൻ നമുക്ക് ഈ ഒരു അനാലിസിന്റെ ബേസിസിൽ കുറെ യൂണിറ്റ്സും കുറെ ബ്ലോക്കും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു. അപ്പൊ ഇതിന്റെ ഒരു ബേസിസിൽ അല്ലെങ്കിൽ ഈ ഒരു ചാർട്ടും ഒരു നമ്മളുടെ ആ ഒരു ബോക്സ് അനാലിസിസ് ബോക്സും ഒക്കെ നോക്കുന്നതിന്റെ ബേസിസിൽ ടോപ്പ് 3 ടോപ്പിക് അല്ലെങ്കിൽ ഹൈ yield ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് അതായത് ഏറ്റവും കൂടുതൽ നമ്മൾ നോക്കേണ്ട ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ടോപ്പ് 3 ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ ഡെഫിനിഷൻ ഓഫ് MSMEs നമ്മൾ മുമ്പേ കണ്ടിരുന്നു. 16 പ്രാവശ്യം തന്നെ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു MSME കുറിച്ച് ഡെഫിനിഷൻ. അപ്പം ഡിഫൈൻ MSMEs എന്ന് പറയുന്നത് അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്, മസ്റ്റ് ആയിട്ട് കവർ ചെയ്യേണ്ട ഒരു പോർഷൻ ആണ്. അതിനകത്ത് എന്റെ സ്കോപ്പ് അല്ലെങ്കിൽ പോളിസി ലിങ്കേജസ് ഇതൊക്കെ നമുക്ക് കൊടുത്തു വേണമെങ്കിൽ നമുക്ക് അത് പോയിന്റ് ഔട്ട് ചെയ്ത് നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. ദെൻ ഫിനാൻഷ്യൽ അനാലിസിസ് ഓഫ് എ ബിസിനസ് പ്ലാൻ ഫോർ വയബിലിറ്റി ചെക്സ് അതായത് നമുക്ക് ന്യൂമറിക്കൽ റിക്കേഴ്സും കാര്യങ്ങളും ഒക്കെ കൊടുത്തുകൊണ്ട് എടുക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് ഫിനാൻഷ്യൽ അനാലിസിസ് ഓഫ് എ ബിസിനസ് പ്ലാൻ. ഓർത്തിരിക്കുക, ഇതാണ് സെക്കൻഡ് ടോപ്പ് 3 പോയിന്റിൽ വരുന്നത്. തേർഡ് വൺ പറയുന്നത് മാർക്കറ്റ് അനാലിസിസ്. അതായത് മാർക്കറ്റ് അനാലിസിസ് വരുമ്പോൾ അതിനകത്ത് സെഗ്മെന്റേഷൻസ് വരാം, ഡിമാൻഡ് വരാം, കോമ്പറ്റീറ്റേഴ്സ് റിവ്യൂ വരാം. ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് മാർക്കറ്റ് അനാലിസിസ് എന്താണ്, എന്ത് ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെയാണ് എന്നുള്ളത് വേണം അതിനകത്ത് നമ്മൾ കവറപ്പ് ചെയ്യാൻ. ഇങ്ങനെ 3 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഹൈ yield ടോപ്പിക്സ് ഇവയാണ്. ഡെഫിനിഷൻ ഓഫ് MSMEs, ഫിനാൻഷ്യൽ അനാലിസിസ് ഓഫ് എ ബിസിനസ് പ്ലാൻ, അതേപോലെ തന്നെ മാർക്കറ്റ് അനാലിസിസ്. ദെൻ ടോപ്പ് 3 ഹൈ yield ടോപ്പിക്സ് ഏതൊക്കെയാണ് അല്ലെങ്കിൽ ഇതിന്റെ ബേസിസിൽ നമ്മൾ എങ്ങനെ എഴുതണം എന്നുള്ള ഒരു ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, ഇത് ഏത് പോർഷനാന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഏത് ടോപ്പിക്കാന്ന് പറഞ്ഞു, അതെങ്ങനെ ക്വസ്റ്റ്യൻ വരുന്നതെന്ന് വെച്ചാൽ വാട്ട് ഈസ് ദ ബിസിനസ് പ്ലാൻ എന്ന രീതിയിൽ വരാം. അതിനകത്ത് വരുന്നത് എന്തായിരിക്കും, സ്ട്രക്ചർ ആൻഡ് നമുക്ക് ഒരു പർപ്പസോ എല്ലാം കൂടെ വെച്ച് വേണം ഫ്രെയിം ചെയ്ത് എഴുതാൻ. അതേപോലെ തന്നെ സിഗ്നിഫിക്കൻസ് ഓഫ് ബിസിനസ് പ്ലാൻ വരാം. അതിനകത്ത് നമ്മൾ ജസ്റ്റിഫിക്കേഷൻസ് അല്ലെങ്കിൽ ലെൻഡർ ഇൻവെസ്റ്റേഴ്സ് അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്യുക. അതെ പ്രിപ്പറേഷൻ ഓഫ് പ്രൊജക്ട് റിപ്പോർട്ടും ബിസിനസ് പ്ലാനും അത് നമുക്ക് ഹൈ yield ചോദിച്ചിരുന്നു അല്ലെ. ഇത് സ്റ്റെപ്പ് വൈസ് ആയിട്ടുള്ള DPR സ്റ്റേജസും പ്രസന്റേഷൻസും എല്ലാം ഇൻക്ലൂഡ് ചെയ്ത് വേണം അതിനകത്ത് കൊടുക്കാൻ. ദെൻ നമ്മുടെ എക്സാം പാറ്റേൺസ് നോക്കാം. എക്സാം പാറ്റേൺസ് നോക്കുമ്പോൾ നോർമലി നമ്മുടെ ഇഗ്നോ എക്സാംസിന് പല ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അതിലെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമുക്ക് ലോങ് അനാലിറ്റിക്കൽ എസ്സേസ് ആണ്. സാധാരണ നമ്മൾ എസ്സേ ക്വസ്റ്റ്യൻസ് അത് 18 to 20 മാർക്സിനാണ് നിലവിൽ ചോദിക്കുന്നത്. 350 to 450 വേർഡ്സിനുള്ളിൽ നമ്മൾ ഇതിന്റെ ആൻസേഴ്സ് എഴുതണം എന്ന രീതിയിലാണ് സാധാരണ ലോങ് എസ്സേസ് ചോദിക്കുന്നത്. ദെൻ ചോദിക്കാൻ ചാൻസ് ഉള്ള ഏരിയാസ് എന്ന് പറയുന്നത് കേസ് സ്റ്റഡീസ് ആണ്. കേസ് സ്റ്റഡീസും 15 to 20 മാർക്സിനാണ് സാധാരണ ചോദിച്ചു കാണുന്നത്. അതും 250 to 350
വേർഡ്സിനുള്ളിലാണ് നമ്മൾ ആൻസേഴ്സ് എഴുതുക. അതായത് ബുള്ളറ്റ് പോയിന്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഒരു എക്സാമ്പിൾസ് ആയിരിക്കും. അത് എന്താണ് കേസ് എന്ന് ഡയഗ്നൈസ് ചെയ്ത് അതെന്താണ് റെമഡീസും റെക്കമെൻഡേഷൻസും കാര്യങ്ങളും എല്ലാം ഇൻക്ലൂഡ് ചെയ്തുള്ളൊരു വെൽ പ്രിപ്പയർഡ് ആയിട്ടുള്ള നല്ലൊരു സ്ട്രക്ചേർഡ് രീതിയിൽ വേണം അതിന്റെ ആൻസേഴ്സ് നമ്മൾ പ്രസന്റ് ചെയ്യാൻ. ദെൻ വരുന്നത് ഷോർട്ട് നോട്ട്സ് ആണ്. ഷോർട്ട് നോട്ട്സ് എന്ന് പറയുന്നത് എപ്പോഴും 8 to 10 മാർക്സിനാണ് സാധാരണ ഷോർട്ട് നോട്ട്സ് ചോദിക്കുന്നത്. ഒരു 150 to 200 വേർഡ്സിനാണ് നമ്മൾ ഷോർട്ട് നോട്ട്സ് സാധാരണ പ്രിപ്പയർ ചെയ്ത് അല്ലെങ്കിൽ ഷോർട്ട് നോട്ട്സ് സാധാരണ നമ്മൾ പ്രസന്റ് ചെയ്യുന്നത്. അതൊരു വെൽ നീറ്റ് ആയിട്ട് അത് എന്താണെന്നുള്ള കാര്യം ഒരു ഡെഫിനിഷനും കാര്യങ്ങളും അതിന്റെ എന്താണ് കൺസെപ്റ്റ് കൊടുക്കുക, കറക്റ്റ് സ്റ്റെപ്സും പോയിന്റ്സും ഒക്കെ കൊടുത്തിട്ട് എന്തെങ്കിലും കമ്പാരിസണോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് കൊടുത്തുകൊണ്ട് നല്ല രീതിയിൽ അതിന്റെ ആൻസേഴ്സ് പ്രസന്റ് ചെയ്യാൻ നമ്മൾ നോക്കും. സബ് പോയിന്റ്സും കാര്യങ്ങളും കൊടുക്കണമെങ്കിൽ അതിനെ നീറ്റ് ആയിട്ട് പ്രസന്റ് ചെയ്യണം ഈ ഒരു ഷോർട്ട് നോട്ട്സിന്. അതായത് അതിന് വലിച്ചു വാരി എഴുത്തല്ല വേണ്ടത്. കറക്റ്റ് കോർ പോയിന്റ്സ് എന്താണോ അതാണ് മെയിൻ ആയിട്ട് നമ്മൾ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. ദെൻ വരുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ന്യൂമറിക്കൽ അല്ലെങ്കിൽ പ്രോബ്ലം ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതിനകത്ത് മെയിൻ ആയിട്ട് കമ്പ്യൂട്ടേഷൻസ് ആണ് വരുന്നത്. കാരണം എന്തെങ്കിലും പ്രോബ്ലംസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അതിന്റെ ക്വസ്റ്റ്യൻസ് സാധാരണ ആ രീതിയിലായിരിക്കും സ്റ്റെപ്പ് മാർക്കും എല്ലാം ഇൻക്ലൂഡ് ചെയ്തായിരിക്കും അതിന് മാർക്ക് വരുന്നത്. 8 to 12 മാർക്കിനാണ് നോർമലി ചോദിച്ചു കാണുന്നത്. അതിന് വർക്കിംഗ് സ്റ്റെപ്സും കാര്യങ്ങളും എല്ലാം കൊടുത്തു. അതായത് നമ്മൾ എന്താണ് കാര്യങ്ങളെന്ന് ഉദ്ദേശിക്കുന്നതെന്ന് ജസ്റ്റ് എഴുതുക. അതിന്റെ ഫോർമാറ്റ്സും അല്ലെങ്കിൽ ഫോർമുലാസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കാണിക്കുക. ദെൻ സ്റ്റെപ്സ് കറക്റ്റ് പ്രോപ്പറായിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ലാസ്റ്റിൽ അതിന്റെ ഒരു ഇന്റർപ്രിട്ടേഷൻ, ഈ ഒരു റിസൾട്ടിൽ നിന്ന് നമുക്ക് ഇന്നത് കിട്ടി എന്നുള്ള ഒരു ചെറിയൊരു ഇന്റർപ്രിട്ടേഷനും കൊടുക്കുക. അത് വലിയ പാരഗ്രാഫ് പോലെ ജസ്റ്റ് ഒരു സെന്റൻസിലോ 2 സെന്റൻസിലോ അതിന്റെ ഒരു ഇന്റർപ്രിട്ടേഷനും കൂടെ കൊടുത്ത് നമ്മൾ കൺക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ്, ഇത്രയും രീതിയാണ് സാധാരണ നമുക്ക് ക്വസ്റ്റ്യൻസ് കണ്ടുവരുന്നത്. ഇനി അതിൽ നിന്ന് എന്ത് സ്ട്രക്ചർ ആണ് അല്ലെങ്കിൽ ഏത് ടൈപ്പ് ആണ് കൂടുതലായിട്ട് ചോദിക്കുന്നത് എന്നുള്ളൊരു ഔട്ട്ലൈൻ ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമുക്ക് ചോദിച്ച് കാണുന്ന ക്വസ്റ്റ്യൻസ് ഫസ്റ്റ് വൺ ലോങ് ആൻസേഴ്സ് തന്നെയാണ്. ഈ പറഞ്ഞതിൽ ലോങ് എസ് എ ക്വസ്റ്റ്യൻസ് ആണ് സാധാരണ കൂടുതൽ നമ്മളുടെ ഈ ഒരു നമ്മുടെ ഓണ്ടർപ്രണർഷിപ്പിന്റെ ഈ ഒരു ഓണ്ടർപ്രണർഷിപ്പ് ആൻഡ് സ്മോൾ ബിസിനസ്സിൽ കൂടുതലും ചോദിച്ച് കാണുന്ന ക്വസ്റ്റ്യൻ. കേസ് സ്റ്റഡീസും ചോദിക്കാറുണ്ട്. കൂടുതലും നമുക്ക് എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു കേസിൽ നമ്മൾ ചോദിച്ചു കാണുന്നത്. പിന്നെ കേസ് സ്റ്റഡീസ് വരുന്നത് നമുക്ക് മാർക്കറ്റ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ എന്ന് പറയുന്ന അങ്ങനത്തെ കുറെ മേഖല വരുന്ന ടോപ്പിക്സിലാണ് അത് കൂടുതൽ വരുന്നത്. പിന്നെ ഷോർട്ട് നോട്ട്സ് എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിക്കുന്നതാണ്. അതിനും വെൽ പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക കേട്ടോ. നിങ്ങൾ ഇഗ്നോൾ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ, അല്ലെങ്കിൽ ഇഗ്നോൾ ജോയിൻ ചെയ്തൊരു ഡിഗ്രിയോ പി ജി നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടുകൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി, പി ജി, MBA ഒക്കെ നേടാം. 36ഓളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ടും ലേൺവൈസിൽ അവൈലബിൾ ആണ്. ഞങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ മുൻപ് പഠിച്ചവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെയും എക്സ്പീരിയൻസസ് അറിയുന്നതിനായി എത്രയും പെട്ടെന്ന് തന്നെ ലേൺവൈസിന്റെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് അവിടെ കാണാനാവും. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുത്ത നമ്പറിൽ കോൾ വഴിയോ വാട്സ്ആപ്പ് വഴിയോ ബന്ധപ്പെടുക. ദെൻ നമുക്കൊരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കാം. അതായത് ഓരോ യൂണിറ്റ് വൈസും വെച്ച് നോക്കിക്കഴിഞ്ഞാൽ എത്രത്തോളം പെർസെൻറ്റേജ് ക്വസ്റ്റ്യൻസ് ആണ് നിലവിൽ ഇതുവരെ ആ ഒരു പോർഷനിൽ നിന്ന് ചോദിച്ചു കാണുന്നത് നോക്കാം. യൂണിറ്റ് 1 തൊട്ട് 4 വരെ, അതായത് ഫൗണ്ടേഷൻസിന്റെ ബേസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു 14.8% ക്വസ്റ്റ്യൻസ് മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അതായത് ജൂൺ 23 തൊട്ട് ജൂൺ 25 വരെയുള്ള നമ്മളുടെ അവൈലബിൾ ആയിട്ടുള്ള 5 ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ 14.8% മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് യൂണിറ്റ് 1 തൊട്ട് യൂണിറ്റ് 4 വരെയുള്ള പോർഷനിൽ നിന്നും യൂണിറ്റ് 5 തൊട്ട് യൂണിറ്റ് 9 വരെയുള്ള ബിസിനസ് പ്ലാൻ ആൻഡ് ഫീസിബിലിറ്റി എന്ന് പറയുന്ന പോർഷനിൽ നിന്ന് 34.2% മാർക്കിനും യൂണിറ്റ് 10 തൊട്ട് 12 വരെ, അതായത് സപ്പോർട്ട് ആൻഡ് സ്റ്റാർട്ടപ്സിന്റെ പോർഷനിൽ നിന്ന് 13.0%, ദെൻ യൂണിറ്റ് 13 തൊട്ട് 14 വരെ, അതായത് കോൺട്രാക്ട്സ് ആൻഡ് ഫിനാൻസിന്റെ പോർഷനിൽ നിന്ന് 14.8% മാർക്ക്. ദെൻ ലാസ്റ്റ് യൂണിറ്റ് 15 തൊട്ട് യൂണിറ്റ് 18 വരെ, അതായത് MSMEs ആൻഡ് മാനേജ്മെന്റിന്റെ പോർഷൻ നോക്കിക്കഴിഞ്ഞാൽ 23.2% അതിന്റെ മാർക്കും ആവറേജ് മാർക്കുമാണ് ഇതുവരെ വന്നിട്ടുള്ളത്. അതായത് യൂണിറ്റ് 5 to 9 വരുന്ന, അതായത് ബിസിനസ് പ്ലാൻ ആൻഡ് ഫീസിബിലിറ്റി എന്ന് പറയുന്ന പോർഷനിൽ കൂടുതൽ ഒരു ലാർജ് ടെൻഡൻസി ഓഫ് മാർക്ക് നമുക്ക് വന്നത്, അതായത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസും കാര്യങ്ങളും അല്ലെങ്കിൽ കൂടുതൽ വെയിറ്റേജിന്റെ ക്വസ്റ്റ്യൻസ് ആ ഒരു പോർഷനിൽ നിന്ന് നമുക്ക് വന്ന് കാണുന്നു. അതേപോലെ തന്നെ ലാസ്റ്റ് ബ്ലോക്ക്, അതായത് യൂണിറ്റ് 15 തൊട്ട് യൂണിറ്റ് 18 വരെ വരുന്ന MSMEs ആൻഡ് മാനേജ്മെന്റിന്റെ പോർഷനിൽ നിന്നും നമുക്ക് ക്വസ്റ്റ്യൻസ് നോർമലി വന്ന് കാണുന്നുണ്ട്. അപ്പൊ സെക്കൻഡ് ടു ലാസ്റ്റ് പോർഷൻ ആ ഒരു ഡിവിഷനിലുള്ള യൂണിറ്റ്സ് കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കാൻ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ദെൻ അതിന്റെ ഒരു ട്രെൻഡ് അനാലിസിസും കാര്യങ്ങളും ഒന്ന് ഗ്രാഫിൽ കാണിച്ചിട്ടുണ്ട്.
ദെൻ പാറ്റേൺ ഹൈലൈറ്റ്സ് നോക്കാം. നമുക്ക് നോർമലി നമ്മുടെ ക്വസ്റ്റ്യൻസിൽ നിലവിൽ കണ്ടുവരുന്ന പാറ്റേൺ ഹൈലൈറ്റ് എന്ന് പറഞ്ഞ കേസ് സ്റ്റഡീസ് ചോദിക്കുന്നുണ്ട്. അതായത് 2023 നമുക്ക് 10-12% ആയിരുന്നു കേസ് സ്റ്റഡീസ് ചോദിച്ചിരുന്നതെങ്കിൽ നിലവിൽ ഇപ്പം നമുക്ക് 18-20%, അതായത് ജൂൺ 2025 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ 18-20% ക്വസ്റ്റ്യൻസും കേസ് സ്റ്റഡീസ് ചോദിച്ച് കാണുന്നുണ്ട് നമ്മുടെ ഈ ഒരു സബ്ജക്റ്റിന്. അപ്പൊ കേസ് സ്റ്റഡീസ് ചോദിക്കാനുള്ള ഒരു ടെൻഡൻസി കൂടി വരുന്നുണ്ട്. അപ്പൊ ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുന്നതിൽ നമ്മൾ നല്ലവണ്ണം പ്രാക്ടീസ് ചെയ്ത് തന്നെ പ്രിപ്പയർ ചെയ്തിരിക്കുക. ദെൻ വരുന്നത് ന്യൂമറിക്കൽ. അതായത് ന്യൂമറിക്കൽ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് അത്ര ഒത്തിരി ഇതായിട്ടില്ല. ഫീസിബിലിറ്റി ഓർ ഫിനാൻസ് എന്ന രീതിയിൽ നമുക്കൊരു മിഡായിട്ട് ഒരു ചെറിയൊരു സിമ്പിൾ രീതിയിലുള്ള പേ ബാക്ക് പീരീഡ് ഒക്കെ വരത്തില്ലേ, അല്ലെങ്കിൽ അങ്ങനത്തെ കുറച്ച് പോർഷൻസ് മാത്രമേ ഇതിനകത്ത് ചോദിച്ചു കാണുന്നുള്ളൂ. ദെൻ ലോങ് എസേസ് എന്ന് പറയുന്നത് 60% ആയിരുന്നു നേരത്തെ ചോദിച്ചിരുന്നത്. പക്ഷെ അതൊരു 50-50 അതായത് വലിയ കുറവൊന്നും അല്ല, അധികം കൂടിയിട്ടില്ല. പക്ഷെ എങ്കിലും ഒരു 50-55% എന്ന രീതിയിൽ ലോങ് എസേസ് ഇപ്പോഴും ചോദിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമുക്കൊരു 100 മാർക്ക് അതിന്റെ ക്വസ്റ്റ്യൻസ് ആണ്, 3 മണിക്കൂറാണ് നമുക്ക് എഴുതാനുള്ളത്. അതിൽ നമുക്ക് ലോങ് എസ്സേസ്, അതായത് ലോങ് അനാലിറ്റിക് ആൻസേഴ്സ് ചെയ്യാൻ വേണ്ടി 103 മിനിറ്റ്സ്, അതായത് 103 മിനിറ്റ് നമ്മൾ ആ കേസ് അതിന് വേണ്ടി ലോങ് എസ്സേക്ക് വേണ്ടി മാറ്റി വെക്കുക. കേസ് സ്റ്റഡീസിന് വേണ്ടി ഒരു 27 മിനിറ്റ്സും ഷോർട്ട് നോട്ട്സിന് 30 മിനിറ്റ്സും ന്യൂമറിക്കൽ പ്രോബ്ലംസുകൾ ചെയ്യാൻ 21 മിനിറ്റ്സും നമ്മൾ മാറ്റി വെക്കുക. ഇങ്ങനൊരു 180 മിനിറ്റ്സ് ടോട്ടൽ നമ്മൾ മാറ്റി വെച്ചിട്ട് നമ്മളൊരു 3-4 മിനിറ്റ്സ്, അതായത് 5 മിനിറ്റോളം നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഔട്ട്ലൈനും ഹെഡ്ലൈൻസും എക്സാമ്പിൾസും ഒക്കെ നമ്മൾ ഒന്ന് ചെയ്യാനൊക്കെ, അതായത് നമ്മളൊരു എസ്സേ ചെയ്യുന്ന സമയത്ത് ഒരു 3-4 മിനിറ്റ് അതൊന്ന് എങ്ങനെ വേണം എന്താന്നുള്ള ഒരു ഔട്ട്ലൈൻ വെച്ചിട്ട്, എന്നിട്ടൊരു 10-15 മിനിറ്റും കൊണ്ട് നമ്മളുടെ ഈ ഒരു ആൻസേഴ്സ് എഴുതിയെടുക്കുന്ന പോലെ, പിന്നെ അതേപോലെ തന്നെ ഒരു ലാസ്റ്റിൽ ഒരു കൺക്ലൂഷൻ ഒക്കെ കൊടുത്ത് നമ്മുടെ ഇത് ആൻസേഴ്സിനെ പ്രസന്റ് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഇന്റർപ്രിട്ടേഷൻസും കറക്റ്റ് ഇൻട്രൊഡക്ഷനും ഒക്കെ കൊടുക്കേണ്ട ടോപ്പിക്കുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് കൊടുക്കാൻ, നമ്മുടെ മാർക്കിന്റെ ബേസ് ആയിട്ട് നമ്മളുടെ ആൻസേഴ്സും നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാൻ നോക്കുക. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റിൽ ഒരു 5 മിനിറ്റ്സ് എങ്കിലും കുറഞ്ഞത് 5-10 മിനിറ്റ്സ് നമ്മൾ ആൻസേഴ്സ് എല്ലാം റീചെക്ക് ചെയ്യാൻ വേണ്ടി ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വെച്ച് കമ്പയർ ചെയ്ത് എല്ലാ നമ്പേഴ്സും ഇട്ടിട്ടുണ്ടോ, ഇട്ടിരിക്കുന്ന നമ്പേഴ്സ് ഒക്കെ കറക്റ്റ് ആണോ, എന്തെങ്കിലും മിസ് ആയിട്ടുണ്ടോ, ആൻസർ ഇനി 5 എന്നാ പറഞ്ഞിരുന്നെങ്കിൽ 5ഉം അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ, നമുക്ക് എന്തെങ്കിലും വിട്ടു പോയിട്ടുണ്ടോ, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒന്ന് റീചെക്ക് ചെയ്യാനുള്ള ഒരു ടൈമായിട്ട് നമ്മൾ ലാസ്റ്റ് 5-10 മിനിറ്റ്സ് പ്രിപ്പയർ ചെയ്യുക. ഈ രീതിയിൽ വെൽ പ്ലാൻഡ് ആയിട്ട് നമ്മളുടെ ആ ഒരു ടൈമിനെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് ആൻസേഴ്സ് പ്രസന്റ് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാൻ പറ്റും. ദെൻ നമുക്ക് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ റെക്കറിംഗ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം, അല്ലെങ്കിൽ ഏത് ബ്ലോക്കിലേതാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് വാട്ട് ഈസ് എ ബിസിനസ് പ്ലാൻ, എക്സ്പ്ലെയിൻ ഇറ്റ്സ് സിഗ്നിഫിക്കൻസ് ഫോർ എ ന്യൂ എന്റർപ്രൈസ്. അത് നമുക്ക് ഒരു 9 പ്രാവശ്യം ചോദിച്ചു കാണുന്നുണ്ട്. അതായത് എത്ര കൂടുതലും ചോദിച്ചു കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ വാട്ട് ഈസ് എ ബിസിനസ് പ്ലാൻ. അതുപോലെ തന്നെ അതിന്റെ സിഗ്നിഫിക്കൻസും ന്യൂ എന്റർപ്രൈസിൽ എങ്ങനെയാണ് അതിന്റെ സിഗ്നിഫിക്കൻസ്, അതായത് നമ്മൾ അതിനകത്ത് എന്താണ് ബിസിനസ് പ്ലാൻ എന്നും ഒരു പുതിയൊരു എന്റർപ്രൈസ് തുടങ്ങുന്ന സമയത്ത് ബിസിനസ് പ്ലാനിന്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം എന്നുള്ളത് അതിനകത്ത് നമ്മൾ ഫലിപ്പിക്കേണ്ടി വരും. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞത് ഡിഫൈൻ MSMEs ഇൻ ഇന്ത്യ ആൻഡ് ഡിസ്കസ് ദയർ റോൾ ആൻഡ് ചാലഞ്ചസ്. അത് 8 പ്രാവശ്യം ചോദിച്ചു കാണുന്നുണ്ട്. ദെൻ MSMEസിന്റെ ഡെഫിനേഷൻസും കാര്യങ്ങളും നമ്മൾ അവിടെ കൊടുക്കേണ്ടി വരും. പിന്നെ അതിന്റെ റോൾസും ചാലഞ്ചസും ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്ത് അതിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ് എല്ലാം നമ്മൾ അവിടെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കണം. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ ഔട്ട്ലൈൻ ദ പ്രിപ്പറേഷൻ ആൻഡ് കണ്ടന്റ്സ് ഓഫ് എ പ്രോജക്ട് റിപ്പോർട്ട്. അതായത് DPRനെ കുറിച്ചാണ് 7 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഹൗ ഈസ് മാർക്കറ്റ് അനാലിസിസ് കണ്ടക്ടഡ് ഫോർ ഫീസിബിലിറ്റി, ഇലുസ്ട്രേറ്റ് കീ സ്റ്റെപ്സ്. അതൊരു 6 പ്രാവശ്യം ചോദിച്ചു കാണുന്നുണ്ട്. 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 5ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പെർഫോം ആൻഡ് ഇന്റർപ്രറ്റ് ഫിനാൻഷ്യൽ അനാലിസിസ് ഫോർ എ സ്മോൾ ബിസിനസ്. എക്സാമ്പിൾസ് ഒക്കെ വെച്ചിട്ട്, അതായത് BP പേ ബാക്ക് ഒക്കെ വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് 6 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് കാണുന്നുണ്ട്. ദെൻ അതേപോലെ എക്സ്പ്ലെയിൻ ഓണ്ടർപ്രണോറിയൽ കോമ്പറ്റൻസീസ് വിത്ത് റെലവന്റ് എക്സാമ്പിൾസ്. അത് 5 പ്രാവശ്യം അപ്പിയർ ചെയ്ത് കാണുന്ന ഒരു പോർഷൻ ആണ്. ദെൻ 7th പോർഷൻ, അതായത് ഇവാലുവേറ്റ് സ്റ്റാർട്ടപ്പ് ഇന്ത്യ ഇനിഷ്യേറ്റീവ്സ് ആൻഡ് കോമൺ സ്റ്റാർട്ടപ്പ് പ്രോബ്ലംസ്. അത് നമുക്ക് നോർമലി ഇപ്പൊ 5 പ്രാവശ്യം കണ്ടുവരുന്ന ഒരു പോർഷൻ ടോപ്പിക്കാണ്. അതിലും ഫോക്കസ് ചെയ്യുക. ദെൻ വരുന്ന 8th പോയിന്റ് എന്ന് പറയുന്നത് state the essentials of a valid contract, explain breach and remedies. അതായത്
വാലിഡ് കോൺട്രാക്ട് എന്താണെന്നപ്പോൾ കൊടുക്കണം, ഇതിന്റെ എസെൻഷ്യൽസ് എന്തൊക്കെയാണ്, അതേപോലെ തന്നെ ബ്രീച്ച്, അതായത് കോൺട്രാക്ട് ബ്രീച്ച് ഉണ്ടല്ലോ, കോൺട്രാക്ട് ബ്രീച്ച് ഏത് കേസിലാണ്, അതിന്റെ റെമഡീസ് എന്തൊക്കെയാണ് അത് ചോദിച്ചിട്ടുണ്ട്. 4 പ്രാവശ്യം അപ്പിയർ ചെയ്തിട്ടുണ്ട്. Then differentiate angel investors and venture capitalists, state when each is suitable. അത് രണ്ട് കേസ് എന്താന്ന് പറയുകയും വേണം, അത് ഏത് കേസിലാണ് ഇത് സ്യൂട്ടബിൾ ആവുന്നത്, ഓരോ കേസിലും എന്തുകൊണ്ട് ഇത് നമുക്ക് എന്താണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും എന്ന രീതിയിൽ അതിനെ ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കാണിക്കുന്നതാണ്. 4 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ലാസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിസ്കസ് മാനേജ്മെന്റ് റോൾസ് ഓർ ഫങ്ഷൻസ് ഇൻ സ്മോൾ ബിസിനസ്. MSME വരുന്ന മാനേജ്മെന്റ് റോൾസും ഫങ്ഷൻസും കാണിക്കാനാണ്, ഡിസ്കസ് ചെയ്യാൻ അത് 4 പ്രാവശ്യം അപ്പിയർ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഇത് ഇത്രയുമാണ് നമ്മുടെ ടോപ്പ് 10 ടോപ്പിക്സ് എന്ന് പറയുന്നത്. ഇനി നമ്മളുടെ ആ ഒരു ടോപ്പ് 10 ടോപ്പിക്സിന്റെ ബേസിസിൽ തന്നെ അത് ഏത് യൂണിറ്റിലാണെന്നും അതിന് എത്ര ആവറേജ് മാർക്കും ഉണ്ടെന്ന് നമുക്കൊന്ന് നോക്കി പോകാം. അതായത് ഇപ്പൊ നിങ്ങൾ ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് കണ്ടു, അപ്പൊ ആ ടോപ്പിക്സ് ഏതിൽ യൂണിറ്റാ വരുന്നതെന്നും കൂടെ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്നൊന്ന് നിങ്ങൾക്ക് കവറപ്പ് ചെയ്യാനും. അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയ വാട്ട് ഈസ് എ ബിസിനസ് പ്ലാൻ അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ഈ സിഗ്നിഫിക്കൻസ് ഓഫ് ഫോർ എ ന്യൂ എന്റർപ്രൈസ് എന്ന് പറയുന്ന യൂണിറ്റ് 6ലെ പോർഷൻ ആണ്. 9 പ്രാവശ്യം അപ്പിയർ ചെയ്തിട്ടുണ്ട്, ആവറേജ് 18 മാർക്സ് ആണ്. സെക്കൻഡ് ടോപ്പിക്, അതായത് ഡിഫൈൻ MSMEs in India and discuss their roles and challenges എന്ന് പറയുന്ന യൂണിറ്റ് 15ലെയാണ്. 8 പ്രാവശ്യം അപ്പിയർ ചെയ്തിട്ടുണ്ട്, ആവറേജ് 15 മാർക്സ് ആണ് വന്നിട്ടുള്ളത്. ഔട്ട്ലൈൻ ദ പ്രിപ്പറേഷൻ ആൻഡ് കണ്ടന്റ്സ് ഓഫ് എ പ്രൊജക്ട് റിപ്പോർട്ട്, അതായത് DPRന്റെ പോർഷൻ യൂണിറ്റ് 7ലാണ് വരുന്നത്. 7 പ്രാവശ്യം അപ്പിയർ ചെയ്തിട്ടുണ്ട്, ആവറേജ് 15 മാർക്സ് ആണ്. ഹൗ ഈസ് മാർക്കറ്റ് അനാലിസിസ് കണ്ടക്ട് ഫോർ ഫീസിബിലിറ്റി, ഇലിസ്ട്രേറ്റ് കീ സ്റ്റെപ്സ്, ഇത് യൂണിറ്റ് 8ലെ പോർഷൻ ആണ്. 6 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്, 15 മാർക്ക് ആവറേജ് വന്നിട്ടുണ്ട്. ദെൻ പെർഫോം ആൻഡ് ഇന്റർപ്രറ്റ് ഫിനാൻഷ്യൽ അനാലിസിസ് ഫോർ എ സ്മോൾ ബിസിനസ്, അത് യൂണിറ്റ് 9ലെ പോർഷൻ ആണ്. നമുക്ക് ആവറേജ് 12 മാർക്കാണ് അതിന് വന്നിട്ടുള്ളത്, 6 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ എക്സ്പ്ലെയിൻ ഓണ്ടർപ്രണറിയൽ കോമ്പറ്റൻസീസ് വിത്ത് റെലവന്റ് എക്സാമ്പിൾസ്, ഇത് യൂണിറ്റ് 3ലെയാണ്. 5 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്, 15 മാർക്കാണ് ആവറേജ് വന്നിട്ടുള്ളത്. ദെൻ ഇവാലുവേറ്റ് സ്റ്റാർട്ടപ്പ് ഇന്ത്യ ഇനിഷ്യേറ്റീവ്സ് ആൻഡ് കോമൺ സ്റ്റാർട്ടപ്പ് പ്രോബ്ലംസ്, അത് യൂണിറ്റ് 12ലെയാണ്. 5 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്, 12 മാർക്കാണ് ആവറേജ് വന്നിട്ടുള്ളത്. ദെൻ സ്റ്റേറ്റ് ദ എസെൻഷ്യൽസ് ഓഫ് എ വാലിഡ് കോൺട്രാക്ട്, എക്സ്പ്ലെയിൻ ബ്രീച്ച് ആൻഡ് റെമഡീസ്, യൂണിറ്റ് 13ലെയാണ് പോർഷൻ. 4 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്, 10 മാർക്കാണ് ആവറേജ് വന്നിട്ടുള്ളത്. ഡിഫറൻഷിയേറ്റ് ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് ആൻഡ് വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ്, സ്റ്റേറ്റ് വെൻ ഈച്ച് ഈസ് സ്യൂട്ടബിൾ, അത് യൂണിറ്റ് 14 ആണ്. മുമ്പേ പറഞ്ഞ പോലെ 4 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്, 10 മാർക്കാണ് ആവറേജ്. ലാസ്റ്റ് ടോപ്പിക്, ഡിസ്കസ് മാനേജ്മെന്റ് റോൾസ് ആൻഡ് ഫങ്ഷൻസ് ഇൻ സ്മോൾ ബിസിനസ് എന്ന് പറയുന്നത് MSMEസിന്റെ പോർഷൻ യൂണിറ്റ് 17ലാണ് വരുന്നത്. 4 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്, 10 മാർക്സ് ആണ് ആവറേജ് വരുന്നത്. അപ്പം ഇതാണ് നമ്മുടെ ടോപ്പ് 10, അതായത് ടോപ്പ് റെലവെന്റ് ആയിട്ടുള്ള ടോപ്പ് 10 നമ്മളുടെ ഒരു എന്താണ് റെക്കറിംഗ് രീതിയിൽ എല്ലാ രീതിയിലും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് മസ്റ്റായിട്ട് കവർ ചെയ്യേണ്ട ഒരു ടോപ്പ് 10 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ടോപ്പ് 10 ടോപ്പിക്സ് എന്ന് പറയുന്നത് ഇത് ഇത്രയുമാണ്. ഇത് ഏത് യൂണിറ്റിലാണ് എത്രത്തോളം അതിന്റെ ഇമ്പോർട്ടൻസ് ഉണ്ടെന്നും പറഞ്ഞിട്ടുണ്ട്. ഇത് മസ്റ്റ് ആയിട്ട് ഈ ഒരു ടോപ്പ് 10 പോർഷൻസും ആദ്യം പറഞ്ഞ ആ ടോപ്പ് 3 ഇത് ഇതിനകത്ത് തന്നെ വരുന്നുണ്ട്. അത് മസ്റ്റ് ആയിട്ട് കവർ ചെയ്ത് പോകുക. എക്സാംസിന് ഇത് നോക്കാതെ നിങ്ങൾ പോകരുത്, മസ്റ്റ് ആയിട്ട് കവർ ചെയ്യുക. അതൊരു ചാർട്ടിൽ കാണിച്ചിട്ടുണ്ട്. ഇനി ഇതിന്റെ ബേസിൽ ഇത് എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്നുള്ള ഒരു ഏകദേശം ഒരു ഐഡിയ ആണ് ജസ്റ്റ് ഒന്ന് കൊടുത്തിരിക്കുന്നത്. സ്ട്രാറ്റജിക് ആയിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന, നിങ്ങളോടൊന്ന് പറഞ്ഞു തരാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, അതാണ് മെയിൻ ആയിട്ട് നമുക്ക് പറയാനുള്ളത്. പഠിക്കുക പഠിക്കുക പഠിക്കുക. പഠിക്കുമ്പോൾ നമ്മൾ ചുമ്മാ വാരി വലിച്ച് പഠിക്കുന്നതിലല്ല, ഈ ഒരു ടോപ്പ് 10 ടോപ്പിക്സ് അല്ലെങ്കിൽ ടോപ്പ് റിപ്പീറ്റഡ് ആയിട്ടുള്ള പോർഷൻസ് അല്ലെങ്കിൽ ടോപ്പ് ഹൈലൈറ്റ് ചെയ്ത് വരുന്ന ടോപ്പിക്സിൽ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക. നമ്മൾ എഴുതിയോ മനസ്സിൽ കണ്ടോ എന്താണ് ഞാൻ ആൻസേഴ്സ് ആയിട്ട് കൊടുക്കേണ്ടതെന്നുള്ളത് പറഞ്ഞു എടുത്തും എഴുതി പ്രാക്ടീസ് ചെയ്ത് തന്നെ നോക്കുക. ദെൻ അതനുസരിച്ച് നമ്മളൊന്ന് എഴുതി നോക്കുക. ചിലപ്പോൾ സ്പീഡൊന്നും ഇല്ല എങ്കിൽ എഴുതിയൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് അതിന്റെ ഒരു ഔട്ട്ലൈൻ, നമ്മൾ ഡെഫിനിഷൻ എന്ത് കൊടുക്കണം, എന്ത് സ്റ്റെപ്സ് കൊടുക്കണം, അല്ലെങ്കിൽ ഏത് എക്സാമ്പിൾ ആണ് കൊടുക്കേണ്ടത്, എങ്ങനെ കൺക്ലൂഡ് ചെയ്യാം എന്നുള്ള ഒരു ജനറൽ ഐഡിയ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ അതനുസരിച്ച് നമ്മുടെ സ്റ്റെപ്സും കാര്യങ്ങളും ഒക്കെ എങ്ങനെ കൊടുക്കണം എന്നുള്ളൊരു ജനറൽ ഔട്ട്ലൈൻ ഉണ്ടാക്കിയിട്ട് പോവുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എക്സാംസ് കൂടുതൽ ബെറ്റർ ആക്കാൻ പറ്റും. നമ്മൾ ഇതിപ്പം ഇത്രത്തോളം ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രത്തോളം നമ്മൾ കണ്ടത് റിപ്പീറ്റഡ് ആയിട്ട് വന്നതും അല്ലെങ്കിൽ ടോപ്പ് 10 ടോപ്പിക്സും കാര്യങ്ങളൊക്കെയാണ് കണ്ടത്. ഇനി ഈ ഒരു അനാലിസിസിന്റെ ബേസിസിൽ മുന്നോട്ടുള്ള എക്സാം, അതായത് ഈ കമ്മിങ് ഡിസംബർ എക്സാമിൽ നിങ്ങൾക്ക് എന്താണ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്, അതായത് മുന്നോട്ട് പ്രതീക്ഷിക്കാൻ പറ്റുന്ന
പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടോപ്പിക്സ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ വരാൻ ചാൻസ് കൂടുതലുള്ള ടോപ്പിക്സ് ഏതൊക്കെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് ഓരോ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിരിക്കുന്നതിന്റെ ബേസിസിലാണ് അതിനെ നമ്മൾ പ്രോബബിലിറ്റി കൂട്ടിയും കുറച്ചും പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് ഏതൊക്കെയാണ്, അതിന് എത്രത്തോളം പ്രോബബിലിറ്റി ആണ് ഉള്ളതെന്ന് നമുക്ക് നോക്കുക. ഫസ്റ്റ് വൺ യൂണിറ്റ് 6 വാട്ട് ഈസ് ബിസിനസ്, വാട്ട് ഈസ് എ ബിസിനസ് പ്ലാൻ ആൻഡ് സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നതാണ്. അതിനൊരു 90% പ്രോബബിലിറ്റി ഉണ്ട്, ഡിസംബറിൽ വരാൻ ചാൻസ് കൂടുതലാണ്. ഹൈ റെലവൻറ്റ് അല്ലെങ്കിൽ ഹൈ കാറ്റഗറിയിൽ പറയാം. എന്നാൽ യൂണിറ്റ് 15 ഡിഫൈൻ MSMEs റോൾ ആൻഡ് ചലഞ്ചസ് 80% പ്രോബബിലിറ്റി ഉണ്ട്, ഹൈ കാറ്റഗറി ആണ്. യൂണിറ്റ് 7 പ്രിപ്പറേഷൻ ആൻഡ് കണ്ടൻസ് ഓഫ് പ്രൊജക്ട് റിപ്പോർട്ട് DPR 70% പ്രോബബിലിറ്റി ഉണ്ട്, ഹൈ കാറ്റഗറി ആണ്. യൂണിറ്റ് 8 മാർക്കറ്റ് അനാലിസിസ് ഫോർ ഫീസിബിലിറ്റിയിൽ 60% ആണ് പ്രോബബിലിറ്റി, മീഡിയം കാറ്റഗറി ആണ്. യൂണിറ്റ് 9 ഫിനാൻഷ്യൽ അനാലിസിസ് BP ഓർ പേബാക്ക് വിത്ത് ഇന്റർപ്രിട്ടേഷൻസ് 60% പ്രോബബിലിറ്റി ആണ്, മീഡിയം കാറ്റഗറി ആണ്. യൂണിറ്റ് 3 ഓണ്ടർപ്രണോറിയൽ കോമ്പറ്റൻസീസ്, അതായത് മീനിങ്ങും എക്സാമ്പിൾസും ഒക്കെ വരുന്നത് നമുക്ക് 50% പ്രോബബിലിറ്റി പറയാം, മീഡിയം കാറ്റഗറി ആണ്. യൂണിറ്റ് 12 സ്റ്റാർട്ടപ്പ് ഇനിഷ്യേറ്റീവ്സ് ആൻഡ് കോമൺ സ്റ്റാർട്ടപ്പ് പ്രോബ്ലംസ് 50% പ്രോബബിലിറ്റി പറയാൻ പറ്റുന്നത്, മീഡിയം കാറ്റഗറി ആണ്. യൂണിറ്റ് 13 എസെൻഷ്യൽസ് ഓഫ് കോൺട്രാക്ട് ബ്രീച്ചസ് ആൻഡ് റെമഡീസ് 40% പ്രോബബിലിറ്റി, മീഡിയം കാറ്റഗറി ആണ്. യൂണിറ്റ് 14 ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് വേഴ്സസ് വെഞ്ചർ ക്യാപിറ്റൽ, അതിന്റെ ഡിഫറൻസ് ആൻഡ് സ്യൂട്ടബിലിറ്റി 40% പ്രോബബിലിറ്റി ഉള്ളത്, മീഡിയം കാറ്റഗറി ആണ്. ലാസ്റ്റ് വൺ യൂണിറ്റ് 17 മാനേജ്മെന്റ് റോൾസ് ആൻഡ് ഫങ്ഷൻസ് അല്ലെങ്കിൽ MSMEസിന്റെ ഇതിനകത്തെ റോൾസ് ആൻഡ് ഫങ്ഷൻസ് എന്ന് പറയുന്ന 40% പ്രോബബിലിറ്റി ആണ്, മീഡിയം കാറ്റഗറി ആണ്. അപ്പോൾ ഇത്രയും നാളും വന്നതിന്റെ ഒരു റിപ്പീറ്റേഷന്റെ ഒരു ബേസിസിലാണ് നമ്മൾ ഇത് ഹൈയും മീഡിയം എന്ന രീതിയിൽ തിരിച്ചിരിക്കുന്നത്. എത്രത്തോളം പ്രാവശ്യം ഇത് റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്നു എന്നതിന്റെ ബേസിസിലാണ് നമ്മൾ ഇതിന്റെ ഒരു പ്രോബബിലിറ്റി അനലൈസ് ചെയ്തിരിക്കുന്നത്. ആ ഒരു ബേസിസിലാണ് നമ്മൾ ഇതിന്റെ പെർസെൻറ്റേജും മീഡിയവും ഹൈയും കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ഈ ഒരു പറഞ്ഞ ടോപ്പിക്സിൽ കൂടുതൽ ഫോക്കസ് ചെയ്ത് നോക്കുക, ഫോക്കസ് ചെയ്ത് പഠിക്കുക, എങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് നല്ല രീതിയിൽ കവറപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇതിന്റെ ബേസിസിലാണ് ഈ ഒരു എത്രത്തോളം ഇതിപ്പോ ഓരോന്നും എത്ര പ്രാവശ്യം വന്നിട്ടുണ്ടെന്ന് ഒന്നുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിരിക്കുന്ന ഒരു ഇതാണ്. അതായത് ഫിനാൻഷ്യൽ അനാലിസിസ് എന്ന് പറയുന്ന 10 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അവൈലബിൾ ആണ്, അതിൽ 6 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അതിനെ നമുക്ക് ആ ഒരു ലെവലിൽ പറയുന്നത്. അപ്പൊ അതിൻ്റെതായ ഇമ്പോർട്ടൻസ് തന്നെ ആ ഒരു പോർഷൻസ് കവറപ്പ് ചെയ്യാൻ നിങ്ങൾ നോക്കുക. അപ്പം ഇതിന്റെ ഒരു ബേസിസിൽ നമുക്ക് ഏറ്റവും ഹൈ പ്രയോറിറ്റി വരുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് മെയിനായിട്ട് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ ബിസിനസ് പ്ലാന് DPR ആണ് കൂടുതലായിട്ടും വരുന്നത്. അതിന് അതിൻ്റെതായ ഇമ്പോർട്ടൻസ് കൊടുത്തു തന്നെ പഠിക്കാൻ ശ്രദ്ധിക്കുക. മീഡിയമിൽ വരുന്നതാണെങ്കിൽ ഫിനാൻഷ്യൽ അനാലിസിസിന്റെ ഒക്കെ പോർഷൻ ആണ്, അതിൽ നമുക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ നോക്കുക. നമുക്ക് എന്താണോ അതിന്റെ ഒരു ഇമ്പോർട്ടന്റ് ലെവൽ, അതായത് ഇപ്പൊ കണ്ട ലോ പ്രയോറിറ്റിയിൽ വരുന്നത് ഏതാണോ അതിന് അതിൻ്റെതായ ഇമ്പോർട്ടൻസ് കൊടുത്തന്നെ, അതായത് കവറപ്പ് ചെയ്യേണ്ടതല്ല, അതിൻ്റെതായ ഇപ്പൊ അതിനു വേണ്ടി വെറുതെ സമയം കളയാതെ അതൊന്ന് ഓവറോൾ ഒന്ന് പഠിച്ചു പോവുക, ജസ്റ്റ് എന്താന്ന് മനസ്സിലാക്കി പോവുക. പക്ഷെ ഹൈ പ്രയോറിറ്റി വരുന്ന ടോപ്പിക്കിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുക, കൂടുതൽ ടൈം കൊടുക്കുക, ഇത് മസ്റ്റായിട്ട് കവർ ചെയ്ത് പോവുക. അപ്പൊ ആ രീതിയിൽ നമ്മുടെ സ്റ്റഡീസിനെ ടോപ്പിക്സിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുക. അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത സാധനത്തിൽ കൂടുതൽ സമയം കൊടുത്തും അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ടോപ്പിക്സ് നമ്മൾ കൂടുതൽ മെനക്കെട്ട് പഠിക്കാതെ നമ്മളുടെ ആ ടൈം അതനുസരിച്ച് സേവ് ചെയ്യാൻ നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. ദെൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമ്മളുടെ ഈ ഒരു അനാലിസിസിന്റെ ബേസിസിൽ നമ്മളൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെങ്കിൽ ഒരു പ്രൊഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ തരുന്നുണ്ട്. അതിൽ നമ്മൾ സെയിം ക്വസ്റ്റ്യൻ പേപ്പർ ഇതുപോലെ തന്നെ ഒരു ഐഡിയ, നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണ് എന്താണെന്നുള്ള ഒരു ഐഡിയ. ഇത് വെച്ചിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഇതിന്റെ ആൻസേഴ്സ് നിങ്ങളുടെ ലാംഗ്വേജ് സ്റ്റുഡൻസ് ആണ്, നിങ്ങളുടെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും, നോക്കുക. ഇതിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് മാക്സിമം 100 മാർക്സിനാണ്. ടൈം 3 hours എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ BTMC 134 ഓണ്ടർപ്രണർഷിപ്പ് ആൻഡ് സ്മോൾ ബിസിനസ്. അതിനകത്ത് ആൻസർ എനി 5 ക്വസ്റ്റ്യൻസ്, അതായത് ഇതിനകത്ത് കുറെ ഓപ്ഷൻസ് ഉണ്ട്. അതിൽ നിന്ന് ഏതൊരു 5 മാത്രം ആൻസർ ചെയ്താൽ മതി. എല്ലാത്തിനും ഒരേപോലെ ഈക്വൽ മാർക്സ് ആണ്. അപ്പൊ അതിന്റെ അർത്ഥം നമുക്ക് 5 20 മാർക്ക് വെച്ചിട്ടാണ് വരുന്നത്. 60 വേർഡ്സിന് നമ്മൾ ആൻസർ ചെയ്ത് ഇത്തരമാണ് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിരിക്കുന്നത്. ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് വൺ, analyze the role of creativity in new venture creation. Using a suitable model, trace the path from idea generation to innovation and evaluate any 4 ideation technique that are realistic for small firms. 20 മാർക്കിനാണ് ചോദിച്ചിരിക്കുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ വരുന്നത്, what are entrepreneurial competencies? Map key categories to observe
behaviors, and discuss practical methods for diagnosing and developing these competencies with appropriate examples. അതും 20 മാർക്സിനാണ്. തേർഡ് വൺ ചോദിച്ചിരിക്കുന്നത് contemporary forms of entrepreneurship such as social, digital or platform, green and intrapreneurship എന്ന് പറയുന്ന കുറച്ച് മോഡൽസ് ഉണ്ട്. അവയെല്ലാം എന്ത് ചെയ്യുക, ഫോംസ് ഓഫ് കണ്ടംപററി ഫോംസ് ആണ്. അതിനെ നമ്മൾ കമ്പയർ ചെയ്യുക. അതേപോലെ തന്നെ എക്സ്പ്ലെയിൻ ദ റിലവൻസ് ആൻഡ് ലിമിറ്റേഷൻസ് ഇൻ ദ ഇന്ത്യൻ സ്മോൾ ബിസിനസ് കോണ്ടസ്റ്റ്. 20 മാർക്കിനാണ് ചോദിച്ചിരിക്കുന്നത്. ഫോർത്ത് ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ 5 ഡൈവേഴ്സ് സോഴ്സ് ഓഫ് ബിസിനസ് ഐഡിയാസ്, പർപ്പസ് ഓഫ് സ്ക്രീനിങ് റൂബ്രിക്, അതിൽ ഫിറ്റ്, ഫീസിബിലിറ്റി, റിസ്ക് ആൻഡ് റിസോഴ്സ് നീഡ്സ്, ആൻഡ് ഡെമോൺസ്ട്രേറ്റ് ഹൗ ആൻ ഓണ്ടർപ്രണർ would apply it to choose one opportunity. 20 മാർക്സിനാണ് ചോദിച്ചിരിക്കുന്നത്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എ ബിസിനസ് പ്ലാൻ, പ്രസന്റ് ഇറ്റ് സ്ട്രക്ചർ ആൻഡ് ഷോ ഹൗ ബിസിനസ് പ്രോസസ് ഡിസൈൻ. അതിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് എന്താന്ന് പറയുന്നുണ്ട്, ലൊക്കേഷൻ, ലേഔട്ട്, കപ്പാസിറ്റി, ക്വാളിറ്റി must align with the plan objectives. Justify why lenders and investors rely on a congruent plan. 20 മാർക്സിനാണ് ചോദിച്ചിരിക്കുന്നത്. Then sixth question, define a detailed project report, DPR, describe the stages of preparation and highlights common pitfalls that weaken appraisal, suggesting remedies at each stage. 20 മാർക്സിനാണ്. Then design an entrepreneurial environmental analysis approach for a purpose small entrepreneur. Apply appropriate tools, example Pestle, and a brief industry forces view, and explain how insights inform മാർക്കറ്റ് എൻട്രി ആൻഡ് റിസ്ക് മാനേജ്മെന്റ്. 20 മാർക്സിനാണ് ചോദിച്ചിരിക്കുന്നത്. എയ്ത്ത് ക്വസ്റ്റ്യൻ, റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓഫ് എനി ടു ഓഫ് ദ ഫോളോയിങ്. ഏതെങ്കിലും രണ്ടെണ്ണത്തിൽ നിന്ന് ഷോർട്ട് നോട്ട്സ് എഴുതുക. 10 മാർക്ക് വെച്ച് രണ്ടെണ്ണമാണ്. 3 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ, ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് വേഴ്സസ് വെർച്വൽ ക്യാപിറ്റലിസ്റ്റ്, കീ ഡിഫറൻസസ് ആൻഡ് സുറ്റബിലിറ്റി. ബി, കോൺട്രാക്ട് മാനേജ്മെന്റ്, ബെനിഫിറ്റ്സ് ആൻഡ് ലൈഫ് സൈക്കിൾ ഓവർവ്യൂ. സി, ഇൻക്യുബേറ്റേഴ്സ് ആൻഡ് ആക്സിലറേറ്റേഴ്സ് റോൾസ് across a startup's early stages. ഈ 3 നിന്ന് നമുക്ക് ഏറ്റവും അറിയാവുന്ന ഏതാണോ അതിൽ ചൂസ് ചെയ്ത് രണ്ടെണ്ണം എഴുതുക. 10 മാർക്ക് വെച്ചായിരിക്കും 20 മാർക്സ്. Then 9th question, every startup faces execution gaps. Identify major startup challenges in team, market, finance, operations and complaints, and purpose of actionable response for each area. 20 മാർക്സിനാണ് ചോദിച്ചിരിക്കുന്നത്. ലാസ്റ്റ് വൺ, ഡിഫൈൻ MSMEs using appropriate criteria and evaluate their contributions to employment, exports and regional development. Discuss 3 current challenges and managerial responses relevant to MSME performance. അതും 20 മാർക്സിനാണ് ചോദിച്ചിരിക്കുന്നത്. ഇങ്ങനെ നമുക്കൊരു 10 ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അതിൽ നിന്ന് നമുക്ക് ഏറ്റവും അറിയാവുന്ന, ഏറ്റവും ബെസ്റ്റ് ആയിട്ട് അറിയാൻ ഏതെങ്കിലും 5 ആൻസർ ചെയ്യുക. എല്ലാത്തിനും 20 മാർക്സ് എന്ന രീതിയിലാണ്. അതിനകത്ത് കേസ് സ്റ്റഡീസും എസ്സേസും ഷോർട്ട് നോട്ട്സും എല്ലാം ഈ ഒരു ക്വസ്റ്റ്യൻ സ്ട്രക്ചറിൽ വന്നിട്ടുണ്ട്. നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് അറിയാവുന്ന ഏതെങ്കിലും 5 മാത്രം ആൻസർ ചെയ്യുക. എക്സ്ട്രാ അറ്റൻഡ് ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് എക്സ്ട്രാ മാർക്സ് ഒന്നും കിട്ടത്തില്ല. നമ്മൾക്ക് പറഞ്ഞിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ചുള്ള രീതിയിൽ മാത്രം നിങ്ങൾ ആൻസർ ചെയ്യാൻ നോക്കുക. അപ്പം ഞാൻ ഒന്നുകൂടെ പറയാം, നിങ്ങളുടെ ലാംഗ്വേജിലെ സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങളുടെ ആപ്പിൽ ഇതിന്റെ ആൻസർ കീസും കാണും. അതും വെച്ച് നിങ്ങൾ ക്രോസ് ചെക്ക് ചെയ്യുക. ഒന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കുക. നമുക്ക് എത്രത്തോളം അറിയാം, അല്ലെങ്കിൽ ഇതിന്റെ ആൻസേഴ്സ് എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളൊരു ഔട്ട്ലൈൻ ഒക്കെ ഇട്ട് നോക്കി ഒന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കിയിട്ട് ആൻസറുമായിട്ടൊന്ന് വെരിഫൈ ചെയ്ത് നോക്കുക. ഇങ്ങനത്തെ വെച്ച്, അതായത് നമ്മുടെ ഈ ഒരു ടോപ്പ് 10ഉം ടോപ്പ് 3യും ടോപ്പിക്സ് ഒക്കെ തന്നല്ലോ, അതിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് ഹൈലി പ്രയോറിറ്റി ഉള്ള അല്ലെങ്കിൽ ഹൈലി പ്രൊഡിക്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസിലും ടോപ്പിക്സിലും കൂടുതൽ ഫോക്കസ് ചെയ്ത് നിങ്ങൾ എഴുതുക. വലിയ കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം ടെൻഷൻ ഇല്ലാതെ തന്നെ നിങ്ങൾ പേപ്പേഴ്സ് എഴുതാൻ നോക്കിയാൽ മതി. ഒരു ഇഷ്യൂസും ഇല്ല. കൂളായിട്ട് അറ്റൻഡ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ഈ ഒരു എക്സാംസ് എന്ന് പറയുന്നത് ഏറ്റവും ബെസ്റ്റ് ആയിട്ട്, നല്ല എഫക്റ്റീവായിട്ട്, നല്ല ഹാപ്പി ആയിട്ട് എക്സാംസ് എഴുതാൻ പറ്റട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. അതേപോലെ തന്നെ നല്ല റിസൾട്ട്സ് കിട്ടട്ടെ. എല്ലാവർക്കും നല്ലൊരു എക്സാംസ് വിഷ് ചെയ്തുകൊണ്ട് നിർത്തുന്നു. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.